നമസ്കാരം. ചിലർ പറയാറുണ്ട്, നമ്മൾ ആളുകളുമായി കൂടുതൽ അടുക്കുമ്പോൾ പിന്നീട് അതൊരു വിഷമത്തിന് കാരണമാകും എന്ന്. ഇങ്ങനെ പേടിച്ചുകൊണ്ട് പലരും പലരിൽ നിന്നും അകലം പാലിക്കുന്നതായി കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ആളുകളുമായി അടുക്കുമ്പോൾ ചെറിയൊരു പ്രശ്നം വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്? അടുക്കുന്നത് എങ്ങനെയാണ് അകലത്തിലേക്ക് എത്തുന്നത്? ഇതിൽ മനസ്സിലാക്കാനുള്ളത്, ആളുകളുമായി അടുക്കലല്ല വിഷയം. ആളുകളുമായി അടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന എക്സ്പെക്റ്റേഷൻസ് ഉണ്ടല്ലോ, അതാണ് വിഷയം. എക്സ്പെക്റ്റേഷൻസ് അഥവാ പ്രതീക്ഷകൾ നമ്മുടെ പ്രതീക്ഷകളെ തകർക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആളുകളുമായി കൂടുതൽ അടുക്കുമ്പോൾ നമുക്ക് അവർ ഏത് രീതിയിൽ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം എന്ന ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഓരോരുത്തരും വ്യത്യസ്തമാണ്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള രീതികളുണ്ട്. അവർക്ക് എന്ത് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരിക്കലും ഒരു വ്യക്തിയും പെരുമാറില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഏറ്റവും അടുത്ത ബന്ധങ്ങളിൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മറ്റുള്ളവർ പെരുമാറാറില്ല. മറ്റുള്ളവർ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പെരുമാറണം എന്ന വിചാരം അറ്റാച്ച്മെൻറ്റിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. അറ്റാച്ച്മെൻറ്റ് എന്നാൽ മമതാബന്ധമാണ്, അത് ബന്ധനവുമാണ്. ഞാൻ എൻ്റെ എന്ന തോന്നലിൽ നിന്ന് ജനിക്കുന്നതാണ് അറ്റാച്ച്മെൻറ്റ്. എൻ്റെ മക്കൾ ഞാൻ പറയുന്നതനുസരിക്കണം, എൻ്റെ സുഹൃത്ത് എനിക്ക് വേണ്ടി ഇത് ചെയ്യണം, ഇങ്ങനെയുള്ള എൻ്റെ എന്ന ഭാവത്തിൽ നിന്നാണ് എല്ലാ ആഗ്രഹങ്ങളും പൊട്ടിമുളയ്ക്കുന്നത്. സൈക്കോളജിയിൽ അറ്റാച്ച്മെൻറ്റിന് പല പല ഡെഫിനിഷൻസും കാണാറുണ്ട്. എന്നാൽ ആത്മീയതയിലേക്ക് വരുമ്പോൾ ഇതിന് കൃത്യമായ ഉത്തരമുണ്ട്. ജ്ഞാനമാർഗത്തിൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകാനുള്ള പ്രധാന കാരണം നമുക്ക് നമ്മളെ അറിയാത്തത് കൊണ്ടാണ്. നമ്മൾ എപ്പോഴാണോ നമ്മളെ തന്നെ യഥാർത്ഥ നമ്മൾ ആയി കാണാതിരിക്കുന്നത്, അവിടെ തുടങ്ങുന്നു അറ്റാച്ച്മെൻറ്റ്. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ഈ ശരീരമാണ് നമ്മൾ എന്ന് തെറ്റിദ്ധരിക്കുന്നു. നമ്മുടെ ഈ മനസ്സാണ് നമ്മൾ എന്ന് തെറ്റിദ്ധരിക്കുന്നു. ഈ ശരീര മനസ്സുകളാണ് ഞാൻ എന്ന തെറ്റിദ്ധാരണയിൽ നിന്നാണ് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുന്നത്. കാരണം ഇതിൻ്റെ തുടക്കം ഞാൻ ഈ ശരീരമാണ് എന്ന അറ്റാച്ച്മെൻറ്റാണ്. ദി ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് ദിസ് ബോഡി ആൻഡ് മൈൻഡ് സ്പ്രൗട്ട്സ് ദ സീഡ് ഓഫ് അറ്റാച്ച്മെൻറ്റ്. മമതാബന്ധത്തിൻ്റെ വിത്ത് പൊട്ടിമുളയ്ക്കുന്നത് ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഈ മനസ്സാണ് എന്ന തോന്നലിൽ നിന്നാണ്. ശ്രീ രമണ മഹർഷി പറയുന്നു, ദ വേൾഡ് ആൻഡ് ദി അറ്റാച്ച്മെൻറ്റ് ടു ഇറ്റ് ആർ ഓഫ് ദ മൈൻഡ് എന്ന്. ലോകവും അതുമായുള്ള മമതാബന്ധവും മനസ്സിൻ്റേതാണത്രേ. അപ്പോൾ മനസ്സ് പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അറ്റാച്ച്മെൻറ്റ് സ്വാഭാവികമായി വന്നു ചേരും. അപ്പോൾ മനസ്സ് പറയുന്നത് സത്യമാണ് എന്ന് നമ്മൾ വിശ്വസിച്ച് തുടങ്ങിയാൽ അറ്റാച്ച്മെൻറ്റ് തുടങ്ങി. അറ്റാച്ച്മെൻറ്റ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ഏറ്റവും നല്ല മാർഗം ഡിറ്റാച്ച്ഡായി ജീവിക്കുക എന്നതാണ്. ഡിറ്റാച്ച്ഡായി ജീവിക്കുക എന്നാൽ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നവരെ വിട്ടുപോകണം എന്നല്ല പറയുന്നത്. നമ്മൾ ചെയ്യേണ്ടതായ കടമകളിൽ നിന്നും പിന്തിരിഞ്ഞ് മാറണമെന്നും പറയുന്നില്ല. പകരം നമ്മളല്ലാത്ത വസ്തുക്കളെ നമ്മളാണ് എന്ന് തെറ്റിദ്ധരിക്കാതിരുന്നാൽ മതി. ഞാൻ ഈ ശരീരമല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ശരീരമാണ് എന്ന് വിശ്വസിച്ച് തുടങ്ങിയാൽ അവിടെ അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും, വിഷമമുണ്ടാകും. ഞാൻ ഈ മനസ്സല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഈ മനസ്സാണ് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അവിടെയും അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും, വേദനയുണ്ടാകും. എനിക്ക് ദുഃഖം വരുമ്പോൾ ഞാൻ ദുഃഖിതനാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം യഥാർത്ഥ ഞാൻ എന്ന സ്വത്വത്തെ ഒരിക്കലും ദുഃഖത്തിന് തൊടാൻ സാധിക്കില്ല. ദുഃഖമുള്ളത് മനസ്സിലാണ്. അപ്പോൾ ദുഃഖം മനസ്സിലേക്ക് വരുമ്പോൾ ഞാൻ ദുഃഖിതനാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ മനസ്സാണ് എന്നാണ്. അതുണ്ടാകുന്നത് ഇഗ്നോറൻസിൽ നിന്നാണ്, അജ്ഞതയിൽ നിന്നാണ്. എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ സന്തോഷം, എൻ്റെ ദുഃഖം എന്നെല്ലാം പറയുമ്പോൾ അവിടെ എല്ലാമുള്ള കോമണായ എലിമെൻറ്റ് അറ്റാച്ച്മെൻറ്റാണ്. ഞാൻ എൻ്റേത് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് അഹങ്കാരമാണ്, ഈഗോ. ഞാൻ ഈ ശരീരവും മനസ്സും അല്ലാത്ത സ്ഥിതിക്ക് എങ്ങനെയാണ് ഞാൻ അതാണ് എന്ന് പറയുക? അങ്ങനെ പറയാൻ സാധിക്കണമെങ്കിൽ മറ്റൊരു വസ്തു ഉള്ളിൽ ജനിക്കണം. അതാണ് അഹങ്കാരം അല്ലെങ്കിൽ ഈഗോ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നമ്മളോട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെരുമാറുമ്പോൾ അപ്പോൾ നമ്മൾ മനസ്സിൽ അറിയാതെ പറയും, ഞാൻ ഇത്രയും ഈ വ്യക്തിക്ക് വേണ്ടി ചെയ്തു, എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ എന്നോട് ചെയ്തു എന്ന്. ഇവിടെ ഞാൻ ഈ വ്യക്തിക്ക് ഇന്നത് ചെയ്തു എന്ന് പറയുന്ന ഒരു ഞാനുണ്ടല്ലോ, അതാണ് അഹങ്കാരം. ആ അഹങ്കാരം ഉണ്ടാകുന്നത് ഞാൻ ഈ ശരീര മനസ്സുമായി താതാത്മ്യം പ്രാപിക്കുമ്പോഴാണ്. ബൈ ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് ദിസ് ബോഡി ആൻഡ് മൈൻഡ്. അങ്ങനെയാണെങ്കിൽ അറ്റാച്ച്മെൻറ്റ് കാരണമുണ്ടാകുന്ന ദുഃഖത്തിൽ നിന്നും എങ്ങനെ നമുക്ക് പുറത്തു കടക്കാൻ സാധിക്കും?
എളുപ്പമാണ്. ഞാൻ എൻ്റേത് എന്ന തോന്നലുകൾ വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി മനസ്സിലാക്കണം ഈഗോ തലപൊക്കിക്കഴിഞ്ഞു എന്ന്. അതിനർത്ഥം ഞാൻ ഈ ശരീരമാണ് എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു എന്ന്, ഞാൻ ഈ മനസ്സാണ് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞു എന്ന്. ഇവിടെ ആ വ്യക്തിയല്ല പ്രധാനം കേട്ടോ, നമ്മൾ തന്നെയാണ് പ്രധാനം. നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് കൊണ്ടാണ് മറ്റൊരു വ്യക്തിയുമായുള്ള റിലേഷൻഷിപ്പിനെ അത് ബാധിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ശരീരമാണ് അല്ലെങ്കിൽ മനസ്സാണ് എന്ന തോന്നൽ എവിടെ നിന്നെങ്കിലും ഉണ്ടായാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ അന്വേഷിക്കണം ആർക്കാണ് ഈ ചിന്ത ഉണ്ടായത് എന്ന്. അപ്പോൾ തീർച്ചയായും എനിക്ക് എന്നാണല്ലോ ഉത്തരം വരിക. ആ എനിക്ക് എന്ന പോയിന്റിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടെത്തിക്കണം. ഇങ്ങനെയുള്ള അന്വേഷണം നമ്മളെ ഞാൻ എന്ന മിഥ്യാബോധത്തിൽ നിന്നും യഥാർത്ഥ ഞാനാകുന്ന സെൽഫിലേക്ക്, ബ്രഹ്മത്തിലേക്ക്, സത്യത്തിലേക്ക് നമ്മളെ എത്തിക്കും. ശ്രീ രമണ മഹർഷി ഹൂ am I എന്ന പുസ്തകത്തിൽ പറയുന്നു, നോട്ട് സീക്കിംഗ് വാട്ട് ഈസ് അതർ ദാൻ ദ സെൽഫ് ഈസ് ഡിറ്റാച്ച്മെൻറ്റ് ഓർ ഡിസയർലെസ്നെസ്. അതായത് നമ്മുടെ യഥാർത്ഥ സ്വത്വമല്ലാത്ത ഒന്നിനെയും തേടി പോകാതിരിക്കുന്നതാണ് ഡിറ്റാച്ച്മെൻറ്റ് അഥവാ വൈരാഗ്യം. അത് തന്നെയാണ് ഡിസയർലെസ്നെസ്, ആഗ്രഹം ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ വ്യക്തികളായിക്കോട്ടെ, സാഹചര്യങ്ങളായിക്കോട്ടെ, വസ്തുക്കളായിക്കോട്ടെ, നമ്മുടെ ശ്രദ്ധ എപ്പോഴാണോ പുറമേയുള്ള വസ്തുക്കളിലേക്ക് നീങ്ങുന്നത് ആ സമയം നമ്മുടെ ശ്രദ്ധയെ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ കൊണ്ടുവരുന്ന പ്രക്രിയയാണ് ആത്മവിചാരം അഥവാ സെൽഫ് എൻക്വയറി. അങ്ങനെ സ്ഥിരമായി ആത്മവിചാരം ചെയ്യുന്നവർക്ക് ഞാൻ എന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. ഞാൻ എന്ന സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ അവർ എന്തു തന്നെ പറഞ്ഞാലും ചെയ്താലും നമ്മളെ അത് ബാധിക്കുകയില്ല. അതിന് കാരണം നമ്മളായി നിലകൊള്ളുമ്പോൾ മറ്റൊരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയായി നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മുടെയും മറ്റു വ്യക്തികളുടെയും അടിസ്ഥാന സത്യം ഒന്നാണെന്നിരിക്കെ ആ സ്വയം പ്രകാശിക്കുന്ന ബോധത്തിലേക്ക് നമ്മൾ ചേരുമ്പോൾ പിന്നെ വിഷമമില്ല. ഒരേ ബോധത്തിൽ പ്രകാശിക്കുന്നതാണ് ഞാനും മറ്റെല്ലാ വ്യക്തികളും വസ്തുക്കളും എന്ന സത്യം നമ്മൾ തിരിച്ചറിയുന്നു. അങ്ങനെ വരുമ്പോൾ പുറമെയുള്ള ലോകത്ത് എന്തു തന്നെ സംഭവിച്ചാലും നമുക്ക് വിഷമമില്ല, ദുഃഖമില്ല, പശ്ചാത്താപമില്ല. ഈ ആത്മവിചാര പ്രക്രിയയാണ് എല്ലാ ബന്ധങ്ങളെയും ഊട്ടിയുറപ്പിക്കുന്നത്. മമതാബന്ധമില്ലാതെ, അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ, പ്രത്യേകിച്ച് ഒരാഗ്രഹവും ഇല്ലാതെ. അതാണ് ദൈവീകമായ ജീവിതം, ആത്മീയമായ യാത്ര. നന്ദി, നമസ്കാരം.